രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി അധികാരത്തിൽ കയറുന്നതിന് മുന്നേ ട്രംപ് തന്റെ പ്രചരണ വേളയിൽ ഉടനീളം ആവർത്തിച്ച ഒരു പദ്ധതിയായിരുന്നു കൂട്ട നാടുകടത്തൽ പദ്ധതി. അനധികൃതമായി യുഎസിൽ എത്തിയ കുടിയേറ്റക്കാരെ മുഴുവൻ നാടുകടത്തി യുഎസിനെ സുരക്ഷിതമാക്കുക എന്നതായിരുന്നു കൂട്ട നാടുകടത്തലിന് പിന്നിലെ ട്രംപിന്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയ ആദ്യ ദിനം തന്നെ ട്രംപ് ഒപ്പുവെച്ചത് കൂട്ട നാടുകടത്തൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓർഡറുകളിലായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം തന്നെ നാടുകടത്തൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ട്രംപ് അധികാരത്തിൽ കയറി 50 ദിവസം പിന്നിടുമ്പോൾ എത്ര ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി എന്ന റിപ്പോർട്ടുമായാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ രംഗത്തെത്തിയത്. ട്രംപ് അധികാരത്തിൽ കയറിയതിന് പിറ്റേ ദിവസം തന്നെ നിയമപരമായ പദവിയില്ലാത്ത അമേരിക്കയിൽ താമസിക്കുന്ന 32,000-ലധികം കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് വ്യക്തമാക്കി. കൂടാതെ ഈ കൂട്ടത്തിൽ ICE അറസ്റ്റുകൾ, ക്രിമിനൽ ഏലിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അറസ്റ്റ്, 287G എന്ന പങ്കാളിത്ത പരിപാടിയിൽ നടത്തിയ അറസ്റ്റുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ICEയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതും. ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ 10,000-ലധികം കുറ്റവാളികളെയും ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ലാതെ 9,800 കുടിയേറ്റക്കാരെയും സംശയിക്കപ്പെടുന്ന ഗുണ്ടാ സംഘങ്ങളെയും വിദേശത്ത് നിന്ന് എത്തിയ 44 പേരെയും അറസ്റ്റ് ചെയ്തതായും അവർ വ്യക്തമാക്കി. ഇത്രയും പേരെ നാട് കടത്തിയിട്ടും ഇനി 8,718 പേരെ യുഎസിൽ തന്നെ ഉള്ളതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ABC ന്യൂസിനും മറ്റു മാധ്യമങ്ങൾക്കും നൽകിയ ഒരു അഭിമുഖങ്ങളിൽ ICE ഇത്തരം നാടുകടത്തൽ അറസ്റ്റുകളെ കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇനിയും അനധികൃത കുടിയേറ്റക്കാർ യുഎസിൽ തങ്ങി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ തങ്ങൾ കുടിയേറ്റക്കാരെ പിടികൂടുന്നത് അവസാനിപ്പിച്ചു, തങ്ങളുടെ കുടിയേറ്റ നിയമം ലംഘിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്ന പ്രധാന ദൗത്യത്തിലേക്ക് ICE തിരികെ വന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ സംസ്കാരത്തെ പ്രവർത്തനത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും സംസ്കാരമാക്കി മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. അതേസമയം നിലവിൽ ഉയർന്നു വരുന്ന ഭാവിയിലെ തടങ്കൽ സ്ഥലത്തെയും നാടുകടത്തൽ നമ്പറുകളും ICE ഉദ്യോഗസ്ഥരെ ഏറെ സമ്മർദ്ദത്തിലാക്കി. ഇതിനുശേഷം നാടുകടത്തലിനെ കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങളൊന്നും തന്നെ അവർ നൽകിയിട്ടില്ല. പക്ഷേ ജുഡീഷ്യൽ റിലീസ്, മെഡിക്കൽ അവസ്ഥകൾ, മറ്റ് മാനുഷിക ഘടകങ്ങൾ എന്നിവ കാരണം ചിലരെ തങ്ങളുടെ നിരീക്ഷണത്തിൽ വിട്ടയച്ചതായി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ കുടുംബങ്ങളെ തടങ്കലിൽ വയ്ക്കുന്നത് അമേരിക്ക പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തടങ്കൽ സൗകര്യങ്ങളിൽ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നും ഏകദേശം 47,000 കിടക്കകൾ ഏറ്റെടുക്കുമെന്നും ICE വ്യക്തമാക്കി. കൂടാതെ US മാർഷൽ സർവീസുമായും ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസുമായുള്ള പങ്കാളിത്തത്തിലൂടെ ICE സാധ്യതയുള്ള ഇടം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോൺഗ്രസിനെ അതിന്റെ ശ്രമങ്ങൾക്ക് കൂടുതൽ ധനസഹായം നൽകാനും നടപടിയെടുക്കാനും ഇത് പ്രേരിപ്പിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ആഴ്ച കുടിയേറ്റക്കാരുടെ കുടുംബ തടങ്കൽ പുനരാരംഭിച്ചതായ വാർത്ത പുറത്തു വന്നിരുന്നു. കൊളംബിയ, റൊമാനിയ, ഇറാൻ, അങ്കോള, റഷ്യ, അർമേനിയ, തുർക്കി, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 കുടിയേറ്റ കുടുംബങ്ങളെ മെക്സിക്കൻ കനേഡിയൻ അതിർത്തികൾക്ക് സമീപമുള്ള യുഎസിൽ തടവിലാക്കിയിരിക്കുകയാണെന്നാണ് സംഘടനയുടെ ചീഫ് വിദേശകാര്യ ഓഫീസർ അറിയിച്ചത്. ഇതിൽ ചിലർ 20 ദിവസം വരെ യുഎസിൽ ഉണ്ടായിരുന്നതായും മറ്റുള്ളവർ ഏകദേശം 10 വർഷം വരെ താമസിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച കേന്ദ്രത്തിലെ തടങ്കൽ ജനസംഖ്യയിൽ മാറ്റം വരുത്തിയപ്പോൾ മുതിർന്ന തടവുകാരെ മാറ്റി സ്ഥാപിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടത്.